ഐഷ പോറ്റി ഇപ്പോൾ KPCCയുടെ സമരവേദിയിൽ എത്തിയിരിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വിവരമാണ്. ഐഷ പോറ്റി അങ്ങനെ കോൺഗ്രസിൽ എത്തിയിരിക്കുകയാണ്. കുറച്ച് നാൾ മുൻപായിട്ട് നമ്മൾ സംസാരിച്ചതാണ് ഐഷ പോറ്റി അതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ, പല വിധത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നു എന്നുള്ളത്. പക്ഷേ ഇതാ ഇപ്പോൾ ഐഷ പോറ്റി UDF-ലേക്ക്, കോൺഗ്രസിലേക്ക്, KPCCയുടെ സമരവേദിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെ ആ ചോദ്യത്തിന് ഉത്തരമായിരിക്കുകയാണ്. ഐഷ പോറ്റി കോൺഗ്രസിന്റെ രാപ്പകൽ സമരവേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ മാറ്റമാണ്. നിർണായകമായൊരു രാഷ്ട്രീയ നീക്കം നടക്കുകയാണ് ലോക്ഭവന് മുന്നിൽ. ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുന്നു. ഔദ്യോഗികമായി കോൺഗ്രസിൽ ചേർന്നു എന്നൊരു പ്രഖ്യാപനം ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് MP നടത്തുകയാണ്. ഐഷ പോറ്റി കോൺഗ്രസിലേക്ക്, കൊടിക്കുന്നിലടക്കമുള്ള ആളുകളുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഐഷ പോറ്റി ചർച്ച നടത്തുകയായിരുന്നു. നേരത്തെ തന്നെ CPM സ്വീകരിക്കുന്ന ചില നിലപാടുകളുമായി ബന്ധപ്പെട്ട LDF-ന്റെ നയങ്ങളുമായി ബന്ധപ്പെട്ടെല്ലാം പരസ്യമായ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു ഐഷ പോറ്റി. പക്ഷേ കോൺഗ്രസിലേക്ക് ചേരുന്ന കാര്യത്തിൽ ഒരു വ്യക്തത അവർ നൽകിയിരുന്നില്ല. ഇപ്പോൾ എന്തായാലും ഐഷ പോറ്റി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലോക്ഭവന് മുന്നിൽ കോൺഗ്രസ് നടത്തുന്ന KPCCയുടെ പരിപാടിയുണ്ട്. ആ രാപ്പകൽ സമരത്തിന്റെ സമരവേദിയിലേക്കാണ് ഇപ്പോൾ ഐഷ പോറ്റി എത്തിച്ചേർന്നിരിക്കുന്നത്. ഐഷ പോറ്റിയെ കോൺഗ്രസ് നേതാക്കൾ ചേർന്ന് സ്വീകരിച്ച് വേദിയിലേക്ക് എത്തിച്ചു. എന്തായാലും ഇപ്പോൾ ഐഷ പോറ്റിയുടെ ഒരു പ്രതികരണം പ്രതീക്ഷിക്കുന്നുണ്ട്. കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി മത്സരിക്കും എന്നുള്ള ഒരു ചർച്ച കൂടി നടന്നിരുന്നു. ഇപ്പോൾ അതിന് കൂടുതൽ കരുത്ത് വരികയാണ്. കൊട്ടാരക്കരയിൽ UDF സ്ഥാനാർത്ഥിയായി ഐഷ പോറ്റി ജനവിധി തേടാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കൾ സംസാരിക്കുന്നു.